Hello, good evening. Audible അല്ലേ? ഹലോ ഹലോ. അതെ. ഓക്കെ, നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ആയിരുന്നു. കെ മീൻസ് ക്ലസ്റ്ററിങ് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്തെന്തായിരുന്നു? ഹോൾസെയിൽ പ്രോബ്ലം ആയിരുന്നു അല്ലേ? ഓക്കെ. ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അഗ്ലോമറേറ്റീവ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തായിരുന്നത്. ഓക്കെ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി? ടീലിങ്സും അതിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നമ്മളിതിന്റെ കൺസെപ്റ്റ് മൊത്തം പറഞ്ഞിരുന്നോ? ഹൈറാർക്കിക്കലിന്റെ ഓരോന്നിന്റെയും പർപ്പസ് എന്താന്ന് പറഞ്ഞിരുന്നോ? ഇല്ല എനിക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഈ കോഡുകളൊന്നും ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ. സോ നമ്മള് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ആണ്. ഒരു നമ്മുടെ എന്താ പറയാ, ഒരു ഗ്രാഫിന്റെ ഹൈറാർക്കി പോലെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മളിവിടെ ഹോൾസെയിൽ ഡാറ്റ സെറ്റിൽ ഓക്കെ. ഒരു ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കെ ആണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കെ വാല്യൂ എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കൂലേ? സോ അതേപോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു കെ വാല്യൂ ആണ്. നമ്മൾ ഈ ഐട്രേറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഐട്രേഷനിൽ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് കെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അതിന് ശേഷം ഇവിടെ കെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇനി ആഗ്ലോമറേറ്റീവ് എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് സ്ട്രക്ചർ ആണ് വരുന്നത്. അതായത് ഓരോ പോയിന്റ് ഓരോ പോയിന്റ് നമ്മൾ എടുത്തു നോക്കിയിട്ട് അത് ഓൺ ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ് നോക്കും. ഐട്രേറ്റീവ്ലി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓരോ ഐട്രേഷൻസ് കഴിയുന്നതിനനുസരിച്ചിട്ട് അത് മെർജ് ചെയ്ത് സിമിലർ പെയേഴ്സിനെ മെർജ് ചെയ്ത് എടുക്കുവാണ് ആഗ്ലോമറേറ്റീവില് ചെയ്യുന്നത്. ദെൻ ഡിവിസീവ് എന്ന് പറയും, അതായത് ടോപ്പ് ഡൗൺ, അതായത് ഒരു വലിയൊരു ക്ലസ്റ്ററിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ റിക്കേഴ്സീവ്ലി സ്പ്ലിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടോ? ഇവിടെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്തായിരുന്നു? ബോട്ടം അപ്പ് ആയിരുന്നു. ബോട്ടത്തുനിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴെങ്ങനെയായിരിക്കും? ഐട്രേറ്റീവ്ലി ക്ലസ്റ്റർ ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിവിസീവ് ആണ്. സോ അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. വലിയൊരു ക്ലസ്റ്ററിൽ നിന്ന് അഗെയിൻ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് സിമിലാരിറ്റീസ് അനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. ദെൻ അതിന്റെ കീ ചോയ്സസ് എന്ന് പറയുന്നത്, അതിൽ മെയിൻ ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ 2-3 ടൈപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് സിമിലാരിറ്റി ബിറ്റ്വീൻ ഡാറ്റ പോയിന്റ്സ്. എങ്ങനെ ആ സിമിലാരിറ്റി ബിറ്റ്വീൻ ഡാറ്റ പോയിന്റ്സ് നമ്മൾ മെഷർ ചെയ്യാന്നുള്ളതാണ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആണ്. അതായത് ക്ലസ്റ്റേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ വാർഡ്, അല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ പറയും. ആവറേജ്, കംപ്ലീറ്റ്, സിംഗിൾ എന്നൊക്കെ പറയില്ലേ? സോ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാന്ന് നമ്മൾ നോക്കുന്നത് ലിങ്കേജ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? വാർഡാണ്. അത് വേണമെങ്കിൽ ആവറേജ് കൊടുക്കാം, അതേപോലെ കംപ്ലീറ്റ്, സിംഗിൾ ഒക്കെ ഏത് വേണമെങ്കിലും കൊടുത്തു നോക്കാം കേട്ടോ. സോ ഇത് രണ്ടുമാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ടേംസ് വന്നത്. കെയും അതേപോലെ തന്നെ കെ ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ ലിങ്കേജ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ടേംസ് വരുന്നത്. വാർഡ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഡാറ്റയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇത് വാർഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ദെൻ അത് കുറച്ചും കൂടി ബെസ്റ്റ് ഫിറ്റ് ആവുക, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുക ഒരു സ്പെരിക്കൽ ക്ലസ്റ്റേഴ്സിനാണ് ഇത് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുന്നത്. സോ സ്പെരിക്കൽ ക്ലസ്റ്റർ ആവുമ്പോൾ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആ ഒരു ക്ലസ്റ്റർ വേരിയൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? മിനിമൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതാണ് സ്പെരിക്കൽ ക്ലസ്റ്റേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹോൾസെയിൽ ഡാറ്റയിൽ എന്തുണ്ട്? നമുക്ക് ചാനൽ ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് കണ്ടിന്യൂസ് ഡാറ്റാസും നമുക്ക് അതിൽ വരുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്താണ് ലോഡ് ചെയ്യുന്നുണ്ട്. EDS സ്റ്റെപ്സ് നമ്മൾ ബേസിക്കലി നമ്മൾ ആദ്യം പഠിച്ചിരുന്ന EDS സ്റ്റെപ്സ് തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഷേപ്പ്, ഡാറ്റ ടൈപ്പ്, അതേപോലെ തന്നെ മിസ്സിംഗ് വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്യുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻസ്, സ്പ്രെഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
ഔട്ട്ലേയേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് നോക്കാം. അതേപോലെ പെയർ വൈസ് കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഗ്രോസറി, മിൽക്ക്, അതേപോലെ തന്നെ ഡിറ്റർജന്റ്, പേപ്പേഴ്സ് ഒക്കെ തമ്മിലുള്ള പെയർ വൈസ് കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ കോറിലേഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഹീറ്റ് മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ പ്രീ പ്രോസസ്സിങ്. അതായത് ഓപ്ഷണൽ ആണ്. എന്താണ്, എക്സ്ട്രീം ആയിട്ടുള്ള ഔട്ട്ലയേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലിങ്കേജ് ഹാൻഡിൽ ചെയ്തിട്ട് എന്നുള്ള രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ബിക്കോസ് അതിൽ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യും. സോ ലിങ്കേജ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ദെൻ ലോഗ് ട്രാൻസ്ഫോം, അതായത് NP ലോട്ട് ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടോ? യെസ്, ഓക്കെ. ലോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ലോഗ് ട്രാൻസ്ഫോമിന്റെ NP ഡോട്ട് ലോഗ് 1p എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ക്യൂ അതേപോലെ തന്നെ ഔട്ട്ലയേഴ്സിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ലോഗ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നുണ്ട്. സീറോ, അതായത് മീൻ സീറോയും അതേപോലെ യൂണിറ്റ് വേരിയൻസ് ഇവിടെ കണ്ടോ, സ്റ്റാൻഡേർഡ് സ്കെയിലർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മീൻ സീറോയും സ്റ്റാൻഡേർഡ് സ്കെയിലർ 1 ആക്കുവാണ് അവിടെ ചെയ്യുന്നത്. സോ ഫീച്ചർ എല്ലാം കമ്പയറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റേനെ. ദെൻ തേർഡ് സ്റ്റെപ്പാണ് ഇത്, ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാന്നുള്ളത്. സോ അതിലെന്തായിരിക്കും, വാർഡ് ആണെങ്കിൽ എന്താണ്, നമുക്ക് യുക്ലീഡിയൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ് ഫീച്ചറിൽ യുക്ലീഡിയൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ആവറേജോ കംപ്ലീറ്റ് ലിങ്കേജസോ ആണെങ്കിൽ നമുക്ക് കൊസൈൻസ് യൂസ് ചെയ്യാം. സോ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്, ഡെൻഡ്രോഗ്രാം വരുന്നത്. സോ ഡെൻഡ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൻഡ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലിങ്കേജ് മെട്രിക്സ് നമ്മൾ സൈപ്പൈ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ലിങ്കേജ് മെട്രിക്സിന്റെ കംപ്ലീറ്റ് പ്ലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡെൻഡ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കംപ്ലീറ്റ് പ്ലോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഓരോ ക്ലസ്റ്ററിനും ഒരു വെർട്ടിക്കൽ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് എവിടെയാണോ അതിനനുസരിച്ചിട്ടുള്ള ഹൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു കട്ട് ഹൈറ്റ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ ലൈനിൽ ഉള്ളൊരു കട്ട് ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സിനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലസ്റ്റർ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ സാമ്പിൾ ഇൻഡെക്സിലുള്ള ക്ലസ്റ്റർ സൈസ് നമുക്ക് അവിടെ എക്സിൽ നമുക്ക് വരും. സോ ഇവിടെയാണ് നമ്മുടെ ക്ലസ്റ്റർ സൈസ് ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടോ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്താണ്, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഫിറ്റിങ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് SQL ആണ്. അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം എന്താണ്, ലിങ്കേജോ മെട്രിക്സോ അതേപോലെ തന്നെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് N ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഡെൻഡ്രോഗ്രാം കട്ട് ചെയ്യുന്ന നമ്മൾ എടുക്കുന്നതാണ് ഇത്. N ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാല്യൂ. സോ അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾ ക്ലസ്റ്റർ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, സോ ക്ലസ്റ്റർ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിൽഹോട്ട് സ്കോർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഹയർ ആണെങ്കിൽ അത് അത്രയും ബെറ്റർ ആണ്. സോ 0.2 അല്ലെങ്കിൽ 0.5 ആണെങ്കിൽ കോമൺ ആയിട്ട് മെസ്സി ആയിട്ടുള്ള റിയൽ ഡാറ്റേനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി വാല്യൂസ് കൂടുതലാണെങ്കിൽ അത്രയും നല്ലത് എന്നാണ് നമ്മൾ പറയുക. അതേപോലെ തന്നെ ഡേവിസ് ബോൾട്ടിൻ എന്ന് പറയുന്നത് ലോവർ ആണ് ഏറ്റവും ബെറ്റർ. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ലോവർ ആണ് വേണ്ടത്. സോ ബെസ്റ്റ് ഡാറ്റ പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡേവിസ് ബോൾവിൻ വാല്യൂ കുറവായിരിക്കും, സിൽഹോട്ട് വാല്യൂ പിന്നെയും ബെറ്റർ ആയിരിക്കും. ലൈക്ക് ഇൻ ബിറ്റ്വീൻ 0.2 ടു 0.5 റേഞ്ച് ആണ് നമ്മൾ പറയുക. ദെൻ എന്താണ്, അതിൽ നമുക്ക് പെർഫെക്റ്റ് കെ വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർപ്രിറ്റബിൾ സെഗ്മെന്റ്സ് ഇതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് കോളം പ്രോപ്പറായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഇതിനെ പറയാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആ മാത്തിനെ ബിസിനസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ ഓരോ ക്ലസ്റ്ററിനെയും എന്ത് ചെയ്യേണ്ടി വരും,
അതിന്റെ മീൻ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ മീഡിയൻസ് കണ്ടുപിടിക്കുക, ഒറിജിനൽ ഡീലോഗ് ഡിസ്പെൻസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ കോളംസ്, ചാനൽസ്, റീജിയൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓരോ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് ആഡ് ആവുന്നത്, അല്ലെങ്കിൽ ക്ലസ്റ്റർ ലേബൽ ക്ലസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഗ്രോസറി ഹെവി റീറ്റെയിലേഴ്സ്, അതേപോലെ തന്നെ ഫ്രഷ് ഡൊമിനന്റ് ഹൊറേക്ക എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ലേബൽ ക്ലസ്റ്റേഴ്സ് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അങ്ങനെ ഓരോന്നിനും പേപ്പർ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ക്ലസ്റ്റർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്ത് ചെയ്യാ, ഇത്രയും സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഇതിൽ ഫോളോ ചെയ്യാൻ പറ്റും. സോ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. ഇടം വരെ ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഡെൻഡ്രോഗ്രാം എങ്ങനെ റീഡ് ചെയ്യുന്നത് വെച്ചാൽ ബിഗ് വെർട്ടിക്കൽ ജംസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെർജിങ് ചെയ്യുന്നത്. അതായത് ഡിസിമിലർ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ മെർജിങ് ആണ് ഇതിൽ ചെയ്യുന്നത്, ഡെൻഡ്രോഗ്രാമിൽ വരുന്നത്. സോ ഹൊറിസോണ്ടൽ കട്ട്, ആ ഒരു ജമ്പിന് മുമ്പായിട്ടുള്ള ഹൊറിസോണ്ടൽ കട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂസിങ് ഡിഫറെന്റ് ഗ്രൂപ്പ്സിനെ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനേക്കാളും പകരം നമ്മൾ എന്ത് ചെയ്യും, അതിനെ മെർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു ജമ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് ജമ്പ്, അതായത് ആ ഒരു ഗ്രൂപ്പിങ്ങിനെയാണ് ജമ്പ് എന്ന് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇത് സജസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രീയില് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ലാസ്റ്റ് ജമ്പ് വരുവാണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക ഒരു ചെറിയ നമ്പർ ഓഫ് നാച്ചുറൽ ക്ലസ്റ്റേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാനാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഡെൻഡ്രോഗ്രാം ട്രങ്കേറ്റ് ചെയ്യണമെങ്കിൽ ട്രങ്കേറ്റ് മോഡ് ഈക്വൽ സിംഗിൾ കോഡ്സിലെ ലെവൽ കൊടുത്താൽ മതി, അത് റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എക്സാക്ട് കട്ട്സ് എവിടെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫുൾ ഡെൻഡ്രോഗ്രാം അല്ലെങ്കിൽ സൈറ്റ് പൈ എഫ് ക്ലസ്റ്റേഴ്സ് എന്താണ് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ത്രെഷോൾഡ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെൻഡ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലസ്റ്റേഴ്സിന്റെ നമ്പർ പിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് കെ വാല്യൂ പിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാൻഡിഡേറ്റ് കട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻഡ്രോഗ്രാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ സിൽഹോട്ട് സ്കോർ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സിൽഹോട്ട് സ്കോർ ഹയർ ആണെങ്കിൽ ബെറ്റർ സെപ്പറേഷൻ റേഞ്ച് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ കെ വാല്യൂ അനുസരിച്ചിട്ട് ആ സിൽഹോട്ട് സ്കോർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്താണ്, ഡബിൾ ചെക്ക് ചെയ്യണം വിത്ത് ഡേവിസ് ബോൾഡ് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്യണം ലോവർ ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. ലോവർ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ദെൻ അത് ഫൈനലി എന്ത് ചെയ്യുക, ബിസിനസ് മീനിങ് മാറ്റേഴ്സ് ലൈക്ക് ഒരു കെ കണ്ടുപിടിക്കുക, കെ വാല്യൂ കണ്ടുപിടിക്കുക, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ സ്റ്റേബിൾ ഇന്റർപ്രിറ്റബിൾ ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ കസ്റ്റമർ സെഗ്മെന്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് എന്ത്, ക്ലസ്റ്റേഴ്സിന് നെയിമിങ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിമിങ് വേണമെങ്കിൽ കൊടുക്കാം. പ്രൊഫൈലിങ്ങിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മീനോ മീഡിയനോ ഒറിജിനൽ സ്കെയിലിങ്ങിൽ നമുക്ക് മീനോ മീഡിയനോ വെച്ചിട്ട് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ക്ലസ്റ്റർ എ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രോസറി മിൽക്ക് ഡിറ്റർജന്റ് ഒക്കെ ഹെവിലി റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ ക്ലസ്റ്റർ ബി, അതേപോലെ ഓരോ ഗ്രൂപ്പിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ബാക്കി ലിങ്കേജ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻസ് വേണമെങ്കിൽ സെപ്പറേറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. സോ സിംഗിൾ ലിങ്കേജിന് നമുക്ക് വേണമെങ്കിൽ ചെയിൻ ആയിട്ട് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തേനൊക്കെ എന്തായിരിക്കും, ഭയങ്കര സെൻസിറ്റീവ്, നോയ്സിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. സോ ഔട്ട് ലെയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റാസ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ കോമൺ പിറ്റ്ഫോൾസ് എന്ന് പറയുന്നത് അൺസ്കെയിൽഡ് ഡാറ്റ ആവും നമ്മുടെ കയ്യിൽ കിട്ടുക. സോ വേരിയബിൾസിന്റെ മാഗ്നിറ്റ്യൂഡ് ഡോമിനേറ്റ് ആവാതെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ദെൻ സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടി വരും. ലോഗ് ട്രാൻസ്ഫോമിനും മുമ്പായിട്ട്, അതായത് സ്റ്റാൻഡേർഡൈസ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ലോഗ് ട്രാൻസ്ഫോം ചെയ്യാൻ. ദെൻ ലോഗ് ട്രാൻസ്ഫോമിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ. ദെൻ ഔട്ട് ലെയേഴ്സിന്റെ ഡിസ്റ്റോർട്ട് ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലോഗ് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം. ഓപ്ഷണൽ ആണ്, ക്യാപ് എക്സ്ട്രീം വാല്യൂസും കൂടി വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. അതേപോലെ വാർഡിന്റെ ഒപ്പം തന്നെ നോൺ യൂക്ലിഡിയൻ മെട്രിക്സും കൂടി വാലിഡ് അല്ല, ബട്ട് വേണമെങ്കിൽ നമുക്ക് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൊസൈൻ അല്ലെങ്കിൽ മാൻഹാറ്റൻ യൂസ് ചെയ്യാൻ പറ്റും. ആവറേജോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിങ്കേജോ അതിന് പകരം യൂസ് ചെയ്യാം, വാർഡിന് പകരം.
ഇനി ഭയങ്കര ചെറിയ ക്ലസ്റ്റേഴ്സ് ആണ് നമ്മുടെ കട്ടിൽ അല്ലെങ്കിൽ ആ ഹൈറ്റിൽ വരുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കട്ട് ഹയർ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. സോ ഡിഫറെന്റ് ലിങ്കേജസ് യൂസ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതിൽ log1p എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ കാണിച്ചു തന്നിരുന്നു. log1p എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ലൈക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡെൻഡ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം എന്തുണ്ടാവും, ലിങ്കേജ് ഉണ്ടാവും, എക്സ് കോമ വാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ദെൻ അതേപോലെ തന്നെ കെ വാല്യൂ എന്ന് പറയുന്നത് 2 to 10 ആ ഒരു രീതിക്കാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക മെയിനായിട്ട്. ദെൻ പിന്നെന്ത് ചെയ്യുക, സിൽഹൗട്ടിൻ്റെ ഇൻ്റർപ്രിറ്റബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ഫിറ്റ് ചെയ്ത് നോക്കുക. ദെൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെയാണ് നമ്മൾ നോർമലി ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. സോ ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ചെയ്തത് സ്കോഴ്സ് വരെയായിരുന്നു അല്ലേ. ഇനി നമുക്ക് ബെസ്റ്റ് കെ വാല്യൂ പിക്ക് ചെയ്യണം. ഈ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നമ്മൾ സ്കോഴ്സ് വരെയാണ് ചെക്ക് ചെയ്തിട്ടുള്ളൂ. കെ വാല്യൂ അല്ലെങ്കിൽ ലിങ്കേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 to 10 റേഞ്ച് ആണ് നമ്മൾ കെ വാല്യൂ മിനിമം ടു മാക്സിമം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് ബാക്കി സ്റ്റെപ്പും കൂടി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കെ വാല്യൂ പിക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് കെ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽസ് ഇൻഡ് ഓഫ് എന്ത് കൊടുക്കാം, സ്കോഴ്സ് ഡോട്ട് ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്കോഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, സിൽ ഹോട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് ID മാക്സ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കോമ. ദെൻ നമ്മൾ സിംഗിൾ കോഴ്സിൽ നമ്മുടെ കെയും കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്തോ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. പ്രിന്റ് നമ്മൾ ചൂസ് ചെയ്ത കെ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ എന്ത് കൊടുക്കുക, ചോസൻ കെ കോളൻ ഒരു സ്പേസ് കൊടുക്കുക, കോമ ബെസ്റ്റ് അണ്ടർസ്കോർ കെ കൊടുക്കുന്നുണ്ട്. സോ നമുക്കറിയാം ലൈക്ക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കെ എന്താണ്, ബെസ്റ്റ് സിൽഹോട്ട് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കെ ചൂസ് ചെയ്യുന്നത്. സോ ഒരു ബിസിനസ് സെൻസിൽ സാനിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് ആയിട്ടുള്ള കെ വാല്യൂ പിക്ക് ചെയ്യാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സ്കോഴ്സ് നമ്മൾ സ്കോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, റണ്ണോൾ കൊടുത്തിട്ടുണ്ടായില്ല തോന്നുന്നു. ഓക്കെ, ദെൻ അത് കഴിയുമ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു കെ വാല്യൂ പിക്ക് ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോഡലിനെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. സോ ഫിറ്റ് ഫൈനൽ മോഡൽ, ഫൈനലായിട്ടുള്ള നമ്മുടെ മോഡലിനെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ ജസ്റ്റ് ക്വറി കൊടുത്ത് വെക്കുകയാണ് കേട്ടോ. EGG ഈക്വൽസ് എന്ത് കൊടുക്കുക, agglomerative cluster. ഓക്കെ, agglomerative clustering. Then function packages code edit ചെയ്യാം. series as ID max, IDX max ആണ്, സോറി. ഓക്കെ, ബെസ്റ്റ് കെ വാല്യൂ ആയിട്ട് 2 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, agglomerative കൊടുത്തിട്ടുണ്ട്, agglomerative clustering. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, n ക്ലസ്റ്റേഴ്സ് കൊടുക്കണം. സോ n ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് എന്ത് കൊടുക്കാം, നമ്മുടെ ബെസ്റ്റ് കെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയത് അത് പാസ് ചെയ്യുക, കോമ ലിങ്കേജ് കൊടുക്കുക. ലിങ്കേജ് ഈക്വൽസ് വാർഡാണ് കൊടുക്കുന്നത്. സോ വാർഡ് കൊടുക്കുന്നുണ്ട്. ദെൻ കോമ മെട്രിക്സ്, മെട്രിക് ഈക്വൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഇക്ലീഡിയൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ ലേബൽസ് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ലേബൽസ് ഈക്വൽസ് AGG ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ പ്രെഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്താക്കുക, എക്സ് ആക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം പുതിയൊരു കോളം കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട്.
എന്ത് കൊടുക്കുക, ക്ലസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ക്ലസ്റ്റർ മതി, ക്ലസ്റ്റർ ഈക്വൽസ് എന്ത് കൊടുക്കുക, ലേബിൾസിനെ അങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലേബിൾസിനെയും കൂടി നമ്മൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഡാറ്റ ഫ്രെയിം എടുത്ത് നോക്കിയാൽ പുതിയൊരു കോളം കൂടി അവിടെ ആഡ് ആയിട്ടുണ്ടാവും വിത്ത് നമ്മൾ ആ കൊടുക്കുന്ന ലേബിൾസ് വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ ക്ലസ്റ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ആ സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യാം. ഇവാലുവേറ്റ് ഫൈനൽ ക്ലസ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ എന്താണ്, സിൽ ഫൈനൽ, സിൽ ഹൗട്ടിന്റെ ഫൈനലാണ്. സോ എന്ത് കൊടുക്കുക, സിൽ ഹൗട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എക്സ് കൊടുക്കുക, അതേപോലെ തന്നെ ലേബിൾസ് കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്താണ്, ഡി ബി ഫൈനൽ ആണ്. സോ ഡി ബി ഫൈനൽ കൊടുക്കുക, ഈക്വൽസ് എന്താണ്, ഡേവിസ് ബോൾഡിൻ സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് കോമ ലേബിൾസ് കൊടുക്കുക. ദെൻ അതേപോലെ ഡി പി ഫൈനൽ, രണ്ട് സ്കോറസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെയും ഫൈനൽ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിന് ശേഷം നമുക്കത് പ്രിന്റ് ചെയ്യാം. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഫൈനൽ സിൽ ഔട്ട് കോളൻ സ്പേസ് കൊടുക്കുക, കോമ റൗണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ കൊടുക്കുക, സിൽ അണ്ടർ സ്കോർ ഫൈനൽ കൊടുക്കുക, കോമ 3 കൊടുക്കുന്നുണ്ട്. സോ വാല്യൂ നമ്മൾ 3 പാസ് ചെയ്യുന്നുണ്ട്. ദെൻ അതായത് റൗണ്ട് ഓഫ് ഫിഗർ 3 വേണം എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റും കൂടി പ്രിന്റ് ചെയ്യുക, അതായത് എന്താണ്, ഫൈനൽ എന്താണ്, ഡേവിസ്. തന്നെ എടുത്തതിന് ശേഷം ഒരു കോമ റൗണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡി ബി അണ്ടർ സ്കോർ ഫൈനൽ കൊടുക്കുക, കോമ 3. ദെൻ റൺ ചെയ്തു. സോ ഇതിൻ്റെ വാല്യൂസ് നമുക്കിവിടെ വരും. മാക്സിമം 3 എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സിൽ ഹൗട്ടിൻ്റെ 0.258 ആണ് വന്നിരിക്കുന്നത്, ഡേവിസിൻ്റെ 1.6 ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്ലസ്റ്ററിൻ്റെ പ്രൊഫൈലിംഗ് ആണ് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. ക്ലസ്റ്റർ പ്രൊഫൈലിംഗ് ഒറിജിനൽ സ്കെയിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മുടെ റിവേഴ്സ് ലോഗ് ട്രാൻസ്ഫോം ആണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് XPM1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്റർപ്രിറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ എക്സ് അണ്ടർ സ്കോർ എന്ത് കൊടുക്കുന്നുണ്ട്, ഒറിജിനൽ ഡാറ്റ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒറിജിനൽ സ്കെയിൽ കൊടുക്കാം. ഒറിജിനൽ സ്കെയിൽ ഈക്വൽസ് കൊടുക്കാം NP ഡോട്ട് EXPM1 ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ എക്സ് ലോഗ് കൊടുക്കാം. എക്സ് ലോഗ് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ചെക്ക് ചെയ്ത് നോക്കാം, റീഡാറ്റർ വരും. ഓക്കെ, ദെൻ അതിന് ശേഷം ഒറിജിനലിലേക്ക്, സോ അതിന് വേണ്ടിയിട്ട് എക്സ് ഒറിജിനൽ അണ്ടർ സ്കോർ എന്ന് കൊടുക്കുക, സ്കെയിൽ കൊടുക്കുക, ഡോട്ട് അതിൻ്റെ ഒരു കോപ്പി ഗിവ് ചെയ്യാം, കോപ്പി. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, നമ്മൾ പുതിയൊരു ഒറിജിനൽ പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കോപ്പി ഡാറ്റ ഫ്രെയിമിൽ എന്ത് ചെയ്യുക, ഒരു ക്ലസ് എന്ന് പറയുന്ന കോളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഒറിജ് സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുന്നുണ്ട്, ക്ലസ്റ്റർ കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ലേബിൾസ് കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്തു. പ്രൊഫൈലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ആണ് പ്രൊഫൈൽ കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ ഈക്വൽസ് ORIG ഡോട്ട് ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, ക്ലസ്റ്റർ കൊടുക്കുക. ദെൻ അതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ ഫീച്ചർ അണ്ടർ സ്കോർ കോൾസ് ഡോട്ട് മീഡിയൻ വാല്യൂ ആണ് എടുക്കുന്നത്. സോ മീഡിയൻ
ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് റൗണ്ട് ഓഫ് കൊടുക്കുന്നുണ്ട്, 0 ഫിഗർ കൊടുക്കുന്നുണ്ട്. ഇതെന്നത് കഴിഞ്ഞതിന് ശേഷം കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എക്സ് ഒറിജിനൽ ഉണ്ടല്ല പ്രൊഫൈലിൽ നമ്മൾ ഇത് കൊടുത്തിരുന്നു. നമുക്ക് ആ ഒരു ക്ലസ്റ്ററിന്റെ നെയിം കൊടുക്കാം. സോ നമുക്ക് ഡാറ്റ ഫ്രെയിം DF സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കാം, ക്ലസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു കോളം കൺസിഡർ ചെയ്യാം. ഡോട്ട് അതിന്റെ വാല്യൂ കൗണ്ട് എടുക്കുക, വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് എന്ത് കൊടുക്കാം, സോർട്ട് ഇൻഡെക്സ് കൊടുക്കാം. സോ ഇൻഡെക്സ് വൈസ് സോർട്ട് ചെയ്ത് കിട്ടും. സോർട്ട് അണ്ടർസ്കോർ ഇൻഡെക്സ് ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് പ്രിന്റ് ചെയ്ത് ചേർക്കാം. സോ പ്രിന്റിന്റെ ഉള്ളിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ക്ലസ്റ്റർ സൈസസ് കോളൻ സ്ലാഷിന് വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷണൽ ആണ്, കമ്പൽസറി അല്ല. കോമ എന്ത് കൊടുക്കുക, കൗണ്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് പ്രിന്റ് കൊടുക്കുന്നുണ്ട്. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, സ്ലാഷിന് വേണമെന്നില്ല, ക്ലസ്റ്റർ മീഡിയൻ സ്പെൻഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒറിജിനൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഒറിജിനൽ സ്കെയിലിന് പാക്കറ്റ്സിൽ കൊടുക്കുന്നുണ്ട്, ഓപ്ഷണൽ ആണ്. എന്നത് കഴിഞ്ഞതിന് ശേഷം കോമ കൊടുക്കുക. പ്രൊഫൈൽ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കൂടി പാസ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ടൊരു കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ആ കൊടുത്ത കോളം നെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതായത് ക്ലസ്റ്റർ മീഡിയൻ സ്പ്രെഡ് ഏതിലൊക്കെയാണ് വരുന്നതെന്നുള്ളതും നമുക്കിവിടെ കാണാം. ഇവിടെ സ്ലാഷിന് കൊടുത്തോണ്ടാകും, ഇവിടെ എന്ത് ചെയ്യുക, സ്ലാഷിന് കൊടുക്കാം കേട്ടോ. റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഓരോ ക്ലസ്റ്റേഴ്സിൻ്റെ 0, 1 കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് ഇവിടെ താഴ്ത്തിക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഇവിടെ വേണമെങ്കിൽ ഒരു സ്ലാഷിനും കൂടി ആഡ് ഓൺ ചെയ്യാമല്ലേ. ഓക്കെ, സോ ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ക്ലസ്റ്റേഴ്സ് വന്നത്. 0യും 1ഉം. സോ 178ഉം 262 ആണ് വരുന്നത്. ദെൻ അതിൽ തന്നെ ഫ്രഷ് മിൽക്ക്, ഗ്രോസറി, ഫ്രോസൺ, ഡിറ്റർജൻറ്റ് പേപ്പേഴ്സ്, ഡെലിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഫൈലും ക്ലസ്റ്റേഴ്സും വരുന്നത്. ദെൻ ക്ലസ്റ്റർ പ്രൊഫൈലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് ഒരു ഫോർ ലൂപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഒരു ക്രോസ് ടാബ്, അതായത് ഇന്റർപ്രിറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ചാനലോ റീജിയണോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് നെക്സ്റ്റ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഫോർ MN സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ കോളം നെയിം ചാനൽ കൊടുക്കുന്നുണ്ട്. ചാനൽ then അതേപോലെ തന്നെ കോമ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, റീജിയൻ കൊടുക്കുക. then അതിന് ശേഷം കോളൻ, നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഇഫ് MN DF ഡോട്ട് കോളംസ് കൊടുക്കുക, കോളൻ പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് F ഡബിൾ കോട്സിൽ സ്ലാഷും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, സ്ലാഷ് ഞാൻ തൽക്കാലത്തേക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, M കൊടുക്കുന്നുണ്ട്. ആ വേരിയബിൾ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ബൈ കൊടുക്കുന്നുണ്ട്, ക്ലസ്റ്റർ കൊടുക്കുന്നുണ്ട്, കോളൻ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, നമുക്ക് ബാക്കി പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ PD ഡോട്ട് ക്രോസ് ടാബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ അതാണ് യൂസ് ചെയ്യുന്നത്. ക്രോസ് ടാബ് PD എന്ന് പറഞ്ഞാൽ അറിയാം, പാണ്ടാത്തിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷനാണ് ക്രോസ് ടാബ് എന്ന് പറയുന്നത്. DF സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ നമ്മുടെ ക്ലസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു കോളം നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ പുതിയ കോളം, അതായത് DF സ്ക്വയർ ബ്രാക്കറ്റ് M പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കോമ നോർമലൈസ് ഈക്വൽസ് ഇതിൻ്റെ ബേസിസിൽ ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം റൗണ്ട് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, റൗണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ 2 കൊടുക്കുന്നുണ്ട്. 2 ഫിഗറിലാണ് റൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം.
സോ ഇതൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത് ചാനലും അതേപോലെ തന്നെ റീജിയൻ ബേസുള്ള ക്ലസ്റ്റേഴ്സും കാര്യങ്ങളും നമുക്ക് വരുന്നത്. സോ റൗണ്ട് ഫിഗർ ആയതുകൊണ്ട് 0 വാല്യൂസ് നമുക്ക് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി 2D വിഷ്വലൈസേഷൻ നമുക്ക് PCA യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് 2D visualization with PCA. PCA എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയമെൻഷനാലിറ്റി റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് PCA എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുക. PCA ഈക്വൽസ് PCA ആണ് ആ ഫംഗ്ഷൻ്റെ നെയിം. ബ്രാക്കറ്റ്സിൽ n_ കൊടുക്കുന്നുണ്ട്, കമ്പോണൻസ് കൊടുക്കുന്നുണ്ട്. എത്ര കമ്പോണൻസ് ആണെന്നുള്ള സ്പെസിഫൈ ചെയ്യുക. 2 ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ റാൻഡം സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. random_ സ്റ്റേറ്റ് ഈക്വൽസ് എത്രയാണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് x_2d എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ആ മോഡലിന് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ വരുന്നത്. സോ PCA എന്ന് പറയുന്ന ഒബ്ജക്ട് നെയിം ഡോട്ട് fit_transform കൊടുക്കുക. ഫിറ്റ് ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, x കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, ഫിഗർ വിഷ്വലൈസ് ചെയ്യേണ്ടത്. സോ PLT ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഫിക്സ് സൈസ് കൊടുക്കുക. അഗെയിൻ ഫിക്സ് സൈസ് ഈക്വൽസ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഒരു 6,5 കൊടുക്കുന്നുണ്ട് ഫിക്സ് സൈസ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ 4 CL in sorted, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ യുണീക്ക് വാല്യൂസ് വേണം. സോ NP ഡോട്ട് യുണീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, യുണീക്ക് ലേബിൾസ് ആണ് വേണ്ടത്. ഓക്കെ, സോ NP ഡോട്ട് യുണീക്ക് ലേബിൾസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോളൻ. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് സ്കാറ്റർ പ്ലോട്ട് കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് സ്കാറ്റർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ x_2d 2dൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ലേബൽസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, CL ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ കോമ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അതുപോലെ അഗെയിൻ എന്ത് കൊടുക്കുക, x_2d സ്ക്വയർ ബ്രാക്കറ്റ്സിൽ എന്താണ് ലേബൽസ് നമുക്ക് കൂടി 2 വാല്യൂസ് ആണ് വന്നത്. സോ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. 1ഉം 2 0ഉം 1ഉം ആണ് നമ്മുടെ 2 വാല്യൂസ് ക്ലസ്റ്റേഴ്സിലൊക്കെ വന്നത്. സോ ആ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, കോമ, ഇതിൻ്റെ ലേബിൾ ഈക്വൽസ് എന്ത് കൊടുക്കുക, F സിംഗിൾ കോട്ട്സിൽ ക്ലസ്റ്റർ കോലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, CL കൊടുക്കുന്നുണ്ട്. സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്തതിനു ശേഷം കോമ S=25 കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞ ശേഷം പ്ലോട്ടിങ്ങിൽ വേണമെങ്കിൽ PLT ഡോട്ട് ലെജൻഡ് ആഡ് ചെയ്യാം. ഇതേപോലെ PLT ഡോട്ട് ടൈറ്റിൽ ആഡ് ചെയ്യുക. സിംഗിൾ കോട്ട്സിൽ എന്ത് ചെയ്യുക, ആഗ്ലോമറേറ്റീവ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ വാർഡ് കൊടുക്കുന്നുണ്ട്. അതാണ് യൂസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വാർഡ് എന്ത് കൊടുക്കുക, ക്ലസ്റ്റേഴ്സ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസ്ഡ് ബൈ PCA ബ്രാക്കറ്റിൽ 2D കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റിൽ എന്ത് കൊടുക്കുക, X ലേബിളും Y ലേബിളും കൊടുക്കണം. PLT ഡോട്ട് X ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, PC1. അതേപോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, PLT ഡോട്ട് Y ലേബിൾ ആഡ് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, PC2 പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം PLT ഡോട്ട് ടൈറ്റ് ലേഔട്ട് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. സോ ടൈറ്റ് ലേഔട്ട്
ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ PLT ഡോട്ട് ഷോ ഓപ്ഷണൽ ആണ് കേട്ടോ, PLT ഡോട്ട് ഷോ വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ദെൻ അതൊന്ന് റൺ ചെയ്ത് നോക്കുക. 0 ക്ലസ്റ്റേഴ്സിന് ബ്ലൂ ഇതായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെപ്പറേറ്റ് കോളംസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫോർ ലൂപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ക്ലസ്റ്റേഴ്സ് വിഷ്വലൈസ് ചെയ്ത് 2D വെക്ടർ ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് വരും. 2 ഡയമെൻഷണൽ വിഷ്വലൈസേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ് സ്റ്റെപ്സ് കംപ്ലീറ്റ്ലി വരുന്നത്. സോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദെൻ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് കെ വേണമെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു, പിക്ക് ചെയ്തിരുന്നു. ദെൻ ഇന്റർപ്രിറ്റിംഗ് നമ്മൾ ചെയ്തിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്യാം കേട്ടോ, ഓപ്ഷണൽ ആണ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി ലിങ്കേജും ഡിസ്റ്റൻസ് ഒക്കെ വേറെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് സിൽ ഔട്ട് വേണോ അല്ലെങ്കിൽ സിൽക്ക് ഔട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണോ എന്നുള്ളത് ജസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെട്രിക്സിൽ പെയർ വൈസിൽ ഇമ്പോർട്ട് ചെയ്യണം. അതും കൂടി പറഞ്ഞുതരാം. ഫ്രം എന്ത് കൊടുക്കുക, sklearn ഡോട്ട് മെട്രിക്സ് ഡോട്ട് പെയർ വൈസ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, cosine underscore distances. കൊസൈൻ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആവറേജ് ലിങ്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൊസൈൻ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ആവറേജ് ലിങ്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പാറ്റേൺ സിമിലാരിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക, ആഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് യൂസ് ചെയ്യണം. സോ അതിൽ മെട്രിക്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ നോൺ വാർഡ് ലിങ്കേജസ് വേറെ ഏതെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് AGG അണ്ടർസ്കോർ AVG എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് എന്ത് കൊടുക്കുക, നമ്മുടെ ആ ഒരു ക്ലസ്റ്ററിങ് അൽഗോരിതത്തിന്റെ പേര് കൊടുക്കുക, ആഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, N അണ്ടർസ്കോർ ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് ബെസ്റ്റ് നേരത്തെ കൊടുത്ത എന്താണ് ബെസ്റ്റ് അണ്ടർസ്കോർ K വാല്യൂ കൊടുക്കുക. അതേപോലെ തന്നെ ലിങ്കേജ് എന്താക്കുക, ആവറേജ് കൊടുക്കുന്നുണ്ട്. ദെൻ ലിങ്കേജ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ആവറേജ്. അതേപോലെ തന്നെ മെട്രിക് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, തവണ കൊസൈൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. സോ കൊസൈൻ കൊടുക്കുന്നുണ്ട്. എന്നത് കഴിഞ്ഞതിന് ശേഷം ലിങ്കേജ് കാര്യങ്ങളും കൊടുത്തു. ഇനി ലേബൽസ് കൊടുക്കണം. സോ ലേബൽസ് ഈക്വൽസ്, അതിലെ ലേബൽസ് ഓൾറെഡി ഉള്ളതല്ലേ, ലേബൽസ് AVG ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ആഗ്ലോമറേറ്റീവിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിം ആഗ്ലോമറേറ്റീവ് AVG ഡോട്ട് ഫിറ്റ് പ്രെഡിക്റ്റ് കൊടുക്കുന്നുണ്ട്. ഫിറ്റ് അണ്ടർസ്കോർ പ്രെഡിക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, നമ്മൾ എക്സ് വാല്യൂ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സിൽ ഔട്ട് ആവറേജ് കൊസൈൻ കൊടുക്കുക. അതിന് ശേഷം കോളൻ ഒരു സ്പേസ് ഇടാം. then നമുക്ക് സിൽ ഔട്ട് സ്കോർ ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് സിംഗിൾ കോട്ട്സ് അതിന് ശേഷം കോമ എന്ത് കൊടുക്കുക, സിൽ ഔട്ട് കൊടുക്കുക. സിൽ ഔട്ട് അണ്ടർസ്കോർ സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് കൊടുക്കുക. അതേപോലെ ലേബിൾസ് അണ്ടർസ്കോർ AVG കൊടുക്കുക, കോമ. നമുക്ക് മെട്രിക്സും കൂടി ആഡ് ചെയ്യും. സോ മെട്രിക് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ കൊസൈൻ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. സോ സിൽ ഔട്ട് സ്കോർ അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 0.4 ലെവൽ കിട്ടിയിട്ടുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ലിങ്കേജ് കംപ്ലീറ്റ്ലി കിട്ടിയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പാക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈവൻലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലസ്റ്റേഴ്സിനെ സൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഔട്ട്ലയേഴ്സിനോട് സെൻസിറ്റീവ് ആണ്. സോ ബട്ട് ലെസ് ചെയിനിങ് ആയിരിക്കും.
എന്നാൽ കൂടി നമുക്ക് ബെറ്റർ ഇതുള്ള ബെറ്റർ സ്കോറുള്ള ഔട്ട് സ്കോറുള്ള ഒരു മോഡലിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിംഗിൾ ലിങ്കേജ് ആണെങ്കിൽ, അതായത് ഒരു ചെയിൻ എന്നാണ് അതിനെ പറയുക. സോ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും നോയ്സിനോട്. സോ സിംഗിൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ബാക്കിയുള്ള മെത്തേഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സിംഗിൾ യൂസ് ചെയ്താൽ അത് കുറച്ചും കൂടി നോയ്സിന് സെൻസിറ്റീവ് ആണ്. ലൈക്ക് ഔട്ട് ലെയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ ആ ഒരു സ്കോറിനെ അത് എഫക്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ബാക്കി വേറെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് നമ്മൾ എന്താണ് കോമൺ പിറ്റ്ഫോൾസ് ആൻഡ് ഫിക്സസ് പറയുവാണെങ്കിൽ അൺസ്കെയിൽഡ് ഡാറ്റയാണ്. സോ എന്താണ് വേരിയബിൾസിന് കൂടുതലും മാഗ്നിറ്റ്യൂഡ് ഡോമിനൈസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ലോഗ് ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും. ലോഗ് ട്രാൻസ്ഫോം കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. ഓരോ ലോഗ് ട്രാൻസ്ഫോം കഴിയുമ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് വരാൻ പോകുന്ന ഇഷ്യൂ ആണ് ഔട്ട്ലയേഴ്സ് റിസോഴ്സ് ഡിസ്റ്റൻസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ലയേഴ്സ് വരുമ്പോൾ ആ ഡിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഗ് ട്രാൻസ്ഫോം ചെയ്യണം. ഓപ്ഷണലി എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രീം വാല്യൂസിന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ദെൻ വാർഡിൽ നോൺ യൂക്ലിഡിയൻ മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാലിഡ് ആവില്ല. സോ നമുക്കത് റെഡി ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐദർ കൊസൈൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാൻഹാറ്റൻ യൂസ് ചെയ്യുക. ആവറേജോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിങ്കേജോ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ ക്ലസ്റ്റർ ഭയങ്കര അല്ലെങ്കിൽ ഒത്തിരി ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ബട്ട് ചെറിയ ക്ലസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട് ഹൈറ്റ് ആണ് ഇഷ്യൂ വരുന്നത്. സോ കട്ട് ഹൈറ്റ് എന്ത് ചെയ്യുക? ചെറിയ വാല്യൂസ് കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ലിങ്കേജ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ ലോഗ് 1p ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ് ആണ് വരുന്നത്. ദെൻ ഡെൻഡ്രോഗ്രാം എന്ന് പറയുന്നത് ലിങ്കേജ് എക്സ് വാർഡാണ്. അതേപോലെ കെ വാല്യൂ എന്ന് പറയുന്നത് 2-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ നോക്കുക. അതേപോലെ ചിൽഹോസ് ഇന്റർപ്രിറ്റബിലിറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ എന്ത് ചെയ്യുക? അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ്ങിനെ ഫിറ്റ് ചെയ്യുക. ദെൻ ക്ലസ്റ്ററിന് പ്രൊഫൈൽ ചെയ്യുക. ദെൻ ഒറിജിനൽ സ്കെയിലിൽ ഇങ്ങനെ റെഡി ആക്കുക. ദെൻ എന്താ ക്രോസ് ടാബിന്, അതായത് ചാനൽ റീജിയൻ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ടാബ് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ഇക്വേഷൻ വെച്ച് ചെയ്തിരുന്നു. സോ സെയിം പ്രോസസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ദെൻ എന്ത് ചെയ്യുക? നിങ്ങളുടെ സെഗ്മെന്റ്സിന് നെയിം കൊടുക്കുക. ഡോക്യുമെന്റ് ആക്ഷനബിൾ ഡിഫറൻസസ് കണ്ടുപിടിക്കാം. സോ ഇത്രയാണ്. അത് നെയിമിങ് കൊടുക്കുക എന്നുള്ളൊരു സ്റ്റെപ്പും കൂടി ഉള്ളൂ. ലൈക്ക് നമ്മൾ ആ ഗ്രൂപ്പിങ്ങിന്റെ കേസ് പറഞ്ഞല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം, ഓപ്ഷണലാണ്. നമ്മൾ മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇതിൽ അത്യാവശ്യം നമ്മൾ ഒത്തിരി പോർഷൻസ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പയ്യെ സ്ക്രോൾ ചെയ്യാൻ സ്റ്റാർട്ടിങ് തൊട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും കൂടെ പറയണം എന്നുണ്ടെങ്കിൽ പറയാം.
ഈ ലിങ്കേജ് കൊടുത്തത് എന്തിനായിരുന്നു? ഏതായിരുന്നു? ലിങ്കേജ് കൊടുത്തത് ലിങ്കേജ് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെ ലിങ്ക് കൊടുത്തതാണോ ലിങ്കേജ് കൊടുത്തതാണോ? ലിങ്കേജ് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാല് അത് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിന്റെ ഹേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്നൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ലിങ്കേജ് യൂസ് ചെയ്തിട്ടാണ്. സോ എന്താണ് ഓരോ ഡാറ്റ പോയിന്റ്സ് വെച്ചിട്ട് അതിനെ ഓൺ ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആഗ്ലോമറേറ്റീവ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് നമ്മൾ ചെയ്യുന്നത്. സോ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ക്ലസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസസ്റ്റ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെർജ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു റൂള് വേണം അല്ലെ? സോ ആ ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്, ഇൻഡിവിജ്വൽ പോയിന്റ്സ് അല്ല ബട്ട് ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് റൂൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലിങ്കേജ് എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ. സോ ലിങ്കേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂളാണ്. അതായത് ആ ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ലിങ്കേജിനെ പറയാം. ഇപ്പൊ നമുക്ക് രണ്ട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്, എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓരോന്നിനും എന്താണ് മൾട്ടിപ്പിൾ പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ? സോ ഓരോ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലിങ്കേജ് യൂസ് ചെയ്യാം. ഒരു സിംഗിൾ നമ്പർ ആയിരിക്കാം, അതായത് രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോമൺ ടൈപ്പ് ഓഫ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ലിങ്കേജ് ഉണ്ട്, അതേപോലെ കംപ്ലീറ്റ് ലിങ്കേജ് ഉണ്ട്, ആവറേജ് ഉണ്ട്, വേർഡ്സ് ലിങ്കേജ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ലിങ്കേജിൽ വരുന്നത്. അതിൽ സിംഗിൾ യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതെങ്കിലും രണ്ട് പോയിന്റ് അതായിരിക്കും സിംഗിൾ ലിങ്കേജിൽ കൺസിഡർ ചെയ്യുക. ഒരു ക്ലസ്റ്റർ എ ഉണ്ടാവും, അതേപോലെ തന്നെ ക്ലസ്റ്റർ ബിയിലെ ഏതെങ്കിലും ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ലിങ്കേജ് എന്ന് പറയുമ്പോൾ ഒരു ചെയിൻഡ് ക്ലസ്റ്റർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്നേക്ക് ലൈക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള, പറഞ്ഞല്ലോ സിംഗിൾ ലിങ്കേജ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നോയ്സിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ അതിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കംപ്ലീറ്റ് ലിങ്കേജ് ആണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എ പോയിന്റും ബി പോയിന്റും തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒരു കോമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവൻലി സൈസ് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും, ലെസ് ചെയിനിങ് ആണ് അതിലുണ്ടാവുക. സോ ഔട്ട്ലയേഴ്സിനോട് കൂടുതൽ സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ലിങ്കേജും കംപ്ലീറ്റ് ലിങ്കേജും യൂസ് ചെയ്യാതിരുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ആവറേജ് ലിങ്കേജ് ആണ്. ആവറേജ് ലിങ്കേജ് എന്ന് പറയുമ്പോൾ എല്ലാ പെയർ ഓഫ് ഡിസ്റ്റൻസും, അതായത് എയും ബിയും പോയിന്റ്സ്, നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്, എയും ബിയും തമ്മിലുള്ള എല്ലാ പെയർ ഓഫ് ഡിസ്റ്റൻസും അതിന്റെ ആവറേജ് ആണ് അവിടെ എടുക്കുന്നത്. സോ അതിനും ഒരു ഫോർമുല ഉണ്ട്, സിഗ്മ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ഫോർമുല ആണ്. സോ ഒരു എന്താണ് സിംഗിൾ ആൻഡ് കംപ്ലീറ്റ് ലിങ്കേജിന്റെ ഒരു കോംപ്രമൈസ് ആണ് അതിൽ വരുന്നത് ഔട്ട്കമ്മിൽ, ആവറേജ് ആണെങ്കിൽ. ഓക്കെ. ദെൻ വേർഡ്സ് ലിങ്കേജ് ആകുമ്പോൾ ഡയറക്ട്ലി പെയർ വൈസ് ഡിസ്റ്റൻസ് അല്ല എടുക്കുന്നത്, ബട്ട് അതിന് പകരം എന്ത് ചെയ്യുവാണ്? രണ്ട് ക്ലസ്റ്റേഴ്സിനെ സ്മോളസ്റ്റ് ലൈക്ക് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ക്ലസ്റ്ററിന്റെ ഉള്ളിൽ തന്നെ ചെറിയ വേരിയൻസ് ഉള്ളതിനെ തമ്മിൽ എന്ത് ചെയ്യുവാണ്? കമ്പൈൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ മെർജ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഒരു സ്ഫെറിക്കൽ ക്ലസ്റ്റർ ആയിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ റിക്വയർ ചെയ്യുന്നത് എന്താണ്? യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ളത്. ദെൻ നമുക്കിപ്പോ സിമിലർ ക്ലസ്റ്റേഴ്സ് ഒരു കെ മീൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സിമിലർ ക്ലസ്റ്റേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് വാർഡ് ലിങ്കേജ് ആണ് കുറച്ചും കൂടി ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ വാർഡ് വെച്ചിട്ടുള്ളത് കാണിച്ചത് കേട്ടോ. ഇനി ലിങ്കേജ് എന്തുകൊണ്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ലിങ്കേജ് ചോയ്സസ് ഉണ്ട്. സോ എല്ലാ ഡെൻഡ്രോഗ്രാംസിനും എന്താണ് ഒരു ക്ലസ്റ്റർ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു സിംഗിൾ ലിങ്കേജ് ആണെങ്കിൽ ഡിസ്റ്റൻസ് പോയിന്റ്സ് ഒരു ചെയിൻ പോലെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ആ ഒരു ക്ലസ്റ്റേഴ്സിനെ ടൈറ്റ് ആക്കിയിട്ട് എന്താ പറയുക, നാച്ചുറലി അലോങ് ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുവാണ്. അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ നാച്ചുറലി അലോങ് ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുവാണ് ചെയ്യുന്നത്.
വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വേരിയൻസ് മിനിമൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലസ്റ്റേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ലിങ്കേജ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പർപ്പസ് അനുസരിച്ചിരിക്കും. നമുക്ക് ഒരു ലോങ് ആയിട്ടുള്ള കണക്റ്റഡ് ഷേപ്പുള്ള ഒരു ക്ലസ്റ്റർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ യൂസ് ചെയ്യാം. ഒരു കോമ്പാക്ട് ക്ലസ്റ്റർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ വാർഡ് യൂസ് ചെയ്യാം. ഒരു ബാലൻസ്ഡ് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആവറേജ് യൂസ് ചെയ്യാം. ഒരു കെ മീൻസ് ലൈക്ക് കോമ്പാക്ട് ക്ലസ്റ്റേഴ്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം, വാർഡ് യൂസ് ചെയ്യാം. ഇതാണ് അതിന്റെ മെയിൻ യൂസ് വരുന്നത്. ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റേഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വാർഡാണ് മാത്രം. ഓക്കെ, ഇതാണ് ഒരു ഓവർവ്യൂ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അസോസിയേഷൻ റൂൾ മൈനിങ്ങും കൂടി ചെയ്യാം, ഗ്രോസറി ഡാറ്റ സെറ്റ് വെച്ചിട്ട്. സോ ഓൾമോസ്റ്റ് അൺസൂപ്പർവൈസ്ഡ് നമുക്ക് നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അസോസിയേഷൻ റൂൾസ് ഞാൻ ഈ ഡാറ്റ സെറ്റ് അയച്ചിരുന്നോ? ഈ ഹോൾസെയിലിന്റെ ഡാറ്റ സെറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നോ? ഓക്കെ, ഞാൻ ഗ്രോസറീസിന്റെ ഇന്ന് അയച്ചുതരാം കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ അസോസിയേഷൻ റൂൾ മൈനിങ്ങിന് നമ്മൾ ഗ്രോസറീസ് ഡാറ്റ സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നാളെ ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരും കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. പക്ഷെ നോക്കി വയ്ക്കുക, ചെയ്ത് നോക്കുക. എന്നിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ചോദിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. സോ അത് എവിടെയാണെന്ന് കൺഫ്യൂഷൻസ് ഉള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.